ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു രാജ് ഇലക്ട്രോണിക്സ്. ഇന്നത്തെ വീഡിയോ നമുക്കൊരു അടിപൊളി 5.1 ഹോം തിയേറ്റർ കിറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഈ റിമോട്ട് കിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് സബിൻ്റെ ബോർഡിനെ കുറിച്ച് ആദ്യം പറയാം. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സബിൻ്റെ ബോർഡാണ് IRF 9240 240 മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടുള്ള സബിൻ്റെ ബോർഡാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. മാക്സിമം ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ബോർഡാണ് ഈ IRF 9240 240 മോസ്ഫെറ്റ് ഉപയോഗിച്ചുള്ള ബോർഡ്. അപ്പോൾ അതിന് വേണ്ട സപ്ലൈ എന്ന് പറയുന്നത് 3510 ആംസ് ആണ് നമുക്ക് അതിന് വേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് പവർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ട പവർ സെക്ഷനോടെ നമ്മൾ ഈ തരുന്ന ബോർഡിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ പവർ സപ്ലൈ ബോർഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ അസംബ്ലി ചെയ്യുന്ന ഈ ഒരു ഹോം തിയേറ്ററിലേക്ക് ആവശ്യമായ എല്ലാ ബോർഡും ഫാനും മറ്റുള്ള എല്ലാ കാര്യവും വർക്ക് ചെയ്യുന്ന ഒരു പവർ സപ്ലൈ നമ്മൾ ഈ ഒരു പവർ സപ്ലൈ എല്ലാം നമുക്ക് ഇതിൻ്റെ മെയിൻ ബോർഡിൻ്റെ കൂടെ, അതായത് മെയിൻ ബോർഡ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് 5 ചാനൽ ബോർഡിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഇനി പവർ സപ്ലൈയുടെ ബോർഡ് വേറെ ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിൻ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം എല്ലാ ബോർഡിലേക്കും വയർ സോൾഡിങ് ചെയ്ത് പിടിപ്പിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു ബോർഡിന്, ഈ ഒരു കിറ്റിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എല്ലാം RMC പിന്നാണ് വരുന്നത്. പിന്നാണ് ആ പിന്ന് നമ്മൾ അതിൻ്റേതായ കണക്ഷനിൽ നോക്കി ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ വയറൊന്നും അധികം സോൾഡിങ് ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വളരെ സമയം ലാഭമാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. ഇനി സപ്പോസ് ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് റിമൂവ് ചെയ്ത് സർവീസ് ചെയ്തെടുക്കാനും വളരെ സിമ്പിളാണ്. കാരണം വയർ ഒന്നും ഡിസോൾവ് ചെയ്യേണ്ട, എല്ലാം പിന്നാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഊരിയാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ആർക്കും തന്നെ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ സബിൻ്റെ ബോർഡിൻ്റെ കൂടെ തന്നെ ഹെവി ഹീറ്റ് സിങ്കാണ്, നല്ല തിക്നെസ് ഉള്ള ഹീറ്റ് സിങ്കാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് പെട്ടെന്ന് സ്പ്രെഡായി പോവുകയും ചെയ്യും. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പൗണ്ട്സ്, അതായത് കപ്പാസിറ്റർ, റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മാക്സിമം ഔട്ട്പുട്ട് അതിന് ലഭിക്കും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് കിറ്റ് 5.1 റിമോട്ട് കിറ്റാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഈ 5.1 റിമോട്ട് കിറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പീക്കർ ഡിലേ, അതായത് സബിലേക്കുള്ള ഡിലേ സർക്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഏത് USB ബോർഡും ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. വീഡിയോ ബോർഡാണ് ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോ ബോർഡ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇനി സാധാ MP3 ബ്ലൂടൂത്തിൽ അത് വേണമെന്നുണ്ടെങ്കിൽ അതായിട്ടും അറ്റാച്ച് ചെയ്യാം. നമുക്ക് അതിനായിട്ട് വേറെ റിമോട്ട് അത് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട്, USB ബോർഡിന് കൂടെ കിട്ടുന്ന റിമോട്ട് നമുക്ക് ഇതിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ റിമോട്ട് കിറ്റിന് ഈ റിമോട്ട് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പെയർ എന്ന് പറയുന്നത് നല്ല എല്ലാം ഒറിജിനൽ സ്പെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ, കാൽട്രോൺ കപ്പാസിറ്റർ, റെസിസ്റ്റർ, MFR-ഉം CFR-ഉം എല്ലാം ഉപയോഗിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള റെസിസ്റ്ററും കപ്പാസിറ്ററും ICകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് സപ്പോസ് ഇനി എന്താ കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നോർമലി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. മറ്റേതല്ല SMD ഇതിലേക്ക് വെർഷനിലേക്ക് പോവുകയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് ആയാലും നമുക്കത് സാധനം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് സാധാരണ നോർമലി ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊരു കംപ്ലയിൻറ്റ് വന്നാലും പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. നമുക്ക് ഈ റിമോട്ട് കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന അതിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, റിമോട്ട് ആൻഡ് ഫ്രണ്ട് പാനൽ നമുക്ക് സ്വിച്ചിങ് പാനൽ കറക്റ്റ് കിട്ടുന്നുണ്ട്. എല്ലാം തന്നെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഈ റിമോട്ട് കിറ്റ് വർക്കാൻ ചെയ്യാണ്ട് വോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് 12 വോൾട്ടാണ് ഇത് വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത്. സിംഗിൾ സപ്ലൈ ആണ്. അത് നമുക്ക് ഈ മെയിൻ ബോർഡിൽ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് അതിൽ തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ബോർഡ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ 5 ചാനൽ ബോർഡാണ്. ഈ 5 ചാനൽ ബോർഡിൽ തന്നെ നമ്മൾ എല്ലാ പവർ സപ്ലൈയും ആഡ് ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈ സബിലേക്കുള്ള പവർ സപ്ലൈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുവേണ്ടി ത്രിനിക്സ് എന്ന കമ്പനിയുടെ 3510 മെറ്റൽ റെക്ടിഫയർ ഡയോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആംബിയർ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ അതിൻ്റെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് 10,000 MFD 10,000 MFD 15 വോൾട്ട് കപ്പാസിറ്ററാണ് നമ്മൾ ഈ സബിനേക്ക് ആവശ്യമായ പവർ സപ്ലൈക്ക് ഫിൽട്ടർ സെക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു ഫിൽട്ടർ സെക്ഷനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 5 ചാനലിലേക്കുള്ള പവർ സപ്ലൈ നോക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ നല്ലൊരു നല്ലൊരു ഡയോഡാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ 4700 MFD 25 വോൾട്ട് കപ്പാസിറ്ററാണ് നമ്മൾ ഈ 5 ചാനലിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹെവി ഹീറ്റ് സിങ്കും അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്.
കൂടാതെ തന്നെ ഇനി നമുക്ക് ഫാന് കൊടുക്കുകയാണെങ്കിൽ ഫാനിലേക്കുള്ള പവർ സപ്ലൈ, അതുപോലെ റിമോട്ട് കിറ്റിലേക്കുള്ള പവർ സപ്ലൈ, അങ്ങനെ കുറേ പവർ സപ്ലൈ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പവർ സപ്ലൈ വേറെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നേരത്തെ പറഞ്ഞ മാതിരി. കൂടാതെ തന്നെ അതിൽ തന്നെ ഇൻബിൽറ്റ് സബിൻ്റെ ഫിൽറ്റർ ബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സബിൻ്റെ ഫിൽറ്റർ ബോർഡ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് സബിൻ്റെ ഫിൽറ്റർ ബോർഡ് വയ്ക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വരുന്ന സൗണ്ട് വളരെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫിൽറ്റർ ബോർഡ് കയറി വരുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റ് കൂടും, നല്ലൊരു എഫക്റ്റ് കിട്ടും. കാരണം ഫിൽറ്റർ ബോർഡ് അതിൽ നല്ലൊരു ഡിസൈനിങ്ങുള്ള ഫിൽറ്റർ ബോർഡ്. കാരണം നമ്മളിപ്പോൾ നോർമലി ലഭിക്കുന്ന ഫിൽറ്റർ ബോർഡിലെ ഏറ്റവും നല്ലൊരു ഫിൽറ്റർ ബോർഡാണ് ഇപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം സർക്യൂട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബോർഡാണിത്. അപ്പോൾ ഇതിന് വേണ്ട വോൾട്ടേജ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ മോസ്പെറ്റിന് നമ്മൾ 3510 ആംസ് കൊടുക്കണം മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ. അതുപോലെ തന്നെ നമുക്ക് 5 ചാനലിനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ചാനൽ നമുക്ക് 12012 അല്ലെ 14040 14014 5 ആംസ് മിനിമം കൊടുക്കണം. എന്നാലേ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാ സപ്ലൈകളും നമുക്ക് പറയുന്ന പോലെ ഓരോ ഇത്ര ആംസിൽ ചെയ്താൽ മതി. നോർമലി വർക്ക് ചെയ്യുന്ന ആംസിൽ ചെയ്താൽ മതി. എല്ലാം മില്ലി ആംപ് 1 ആംസ് 2 ആംസിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ വോൾട്ടേജും കാര്യങ്ങളും, അതായത് ഫാനിലേക്ക്, USB ബോർഡിലേക്ക്, റിമോട്ട് കിറ്റിലേക്കെല്ലാം 1 ആംസ് റേഞ്ചിലുള്ള ട്രാൻസ്ഫോമർ മതിയാവും. അതുപോലെ തന്നെ നമുക്ക് ഈ റിമോട്ട് കിറ്റ് നമ്മുടെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യാം. അതായത് നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്ന കേസുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വളരെ സുഖമാണ്. എല്ലാം സ്ക്രൂ ചെയ്യാം. കാരണം ഇനി വയറൊന്നും അധികം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാം RMC പിന്നാണ്. RMC പിന്നിൽ നമ്മൾ വയർ ടു കണക്ടർ ടു കണക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വേറെ അധികം വർക്കുകളൊന്നും നമുക്ക് വരുന്ന സമയം നമുക്ക് അധികം പോകത്തില്ല. കാരണം പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. എല്ലാം പിന്നായതുകൊണ്ട് നമുക്ക് കണക്ടർ ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. റിമോട്ട് കിറ്റിൻ്റെ മെയിൻ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന IC എല്ലാം നല്ല ക്വാളിറ്റി ICകളും കപ്പാസിറ്ററും റിലേ എല്ലാം വളരെ നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. നിങ്ങൾക്ക് ഈ ബോർഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബോർഡ് കൊറിയറായിട്ട് നിങ്ങളെ വീട്ടിൽ എത്തിക്കാവുന്നതാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോപ്പ് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോപ്പ് നമ്മുടെ കോഴിക്കോടാണ്, കാലിക്കറ്റ് നമ്മുടെ സ്റ്റേഡിയം ജംഗ്ഷൻ്റെ അടുത്ത് ഹോട്ടൽ റഹ്മത്ത് എന്ന ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് മലബാർ LED ഹൗസ് എന്നൊരു ഷോപ്പ് കാണാം. ആ മലബാർ LED ഹൗസിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണാം സൗണ്ട്രോൺ എന്ന കമ്പനിയാണ് നമുക്ക് ഈ ബോർഡ് തരുന്നത്. അതും വെറും 3450 രൂപയ്ക്കാണ് നമുക്ക് ഈ ബോർഡ് ലഭിക്കുന്നത്. അപ്പോൾ രതീഷ് ഭായിയാണ് ആ ഷോപ്പിൻ്റെ ഓണർ. അപ്പം ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വിവരവും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.